Good morning. Good morning, Miss. Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Miss. Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Okay, we can start. Prayer ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? പ്രേയർ ചെയ്യാൻ റെഡിയാണോ ആരെങ്കിലും? ഇനിവൻ അറിയാവുന്ന പ്രേയർ ആയാലും മതി. സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള പ്രേയർ അല്ലേ, നമ്മുടെ കുട്ടികളുടെ പ്രേയറോ അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ചെയ്യാണെങ്കിൽ ഓക്കെ. ഇനിവൻ ആരുമില്ല? മാം ഞാൻ റെഡിയാണ്. ഓക്കെ, പ്ലീസ് സജ്ജന. Dear God, be with us today. Help us to be good and kind to others. Bless our parents, teachers, and others. Thank you, God, for everything. Amen. എന്തെങ്കിലും പറയാനാണോ? എനിക്ക് പേര് അതിനകത്ത് എം ഫോർ മാഡ്നസ് എന്നാ കാണുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. Sorry, ma'am. പേരെന്തായിരുന്നു? അന്ന് പറഞ്ഞു തോന്നുന്നു എന്നോട്. Lovely Degol. എന്തോ? Lovely Degol. ലവ്ലി ഡിബോൾ. ഓക്കെ. സോ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, ആരെങ്കിലും തുടങ്ങിയോ? അപർണ മിസ് കുറച്ചെടുത്തായിരുന്നു. ചാപ്റ്റർ 4 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ലെ യൂണിറ്റ് 1. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഫസ്റ്റ് പേജ് ആണ്, എന്നാലും ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. ഓക്കെ, ഞാനത് ഷെയർ ചെയ്യാം, അതിന്റെ PDF. ഒരു 1 സെക്കൻഡ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്, പാർട്ട് 1 ഒറ്റ സബ്ജക്റ്റ് ആണ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ 8 യൂണിറ്റ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഞാൻ എടുക്കുന്നത്, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. ബിഫോർ ദാറ്റ്, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചു. നമ്മളുടെ ക്ലാസ് 1 അവർ ആണ്, പക്ഷെ 1 അവറിൽ നമ്മൾ ഈ ക്ലാസ്സിന് മാത്രമല്ല കുറച്ച് അതർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സമയം നമ്മൾ മാറ്റിവെക്കണം. അതർ ആക്ടിവിറ്റീസ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഒരു വീക്കിലേക്ക്, അതായത് മൺഡേ ടു ഫ്രൈഡേ ആണല്ലോ നമ്മുടെ ക്ലാസ്. ഇന്നിപ്പോ ലാസ്റ്റ് ഡേ ആണ് വീക്കിലെ. അപ്പം ഇന്ന് എല്ലാവരും കൂടെ ഈവനിങ് തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്ക് പേഴ്സണൽ പ്ലാറ്റ്ഫോം ഇല്ലേ? നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താ വെരി ഗുഡ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 2 കോർഡിനേറ്റേഴ്സ് മുന്നോട്ട് വരണം. ആരെങ്കിലും സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാനാകാം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരിക. 2 കോർഡിനേറ്റേഴ്സ് വരാം. ഈ കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ഓരോ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ഓരോ ദിവസവും പ്രെയർ ഞാൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രെയർ ഒരാൾ ഏറ്റെടുക്കണം. പിന്നെ ഒരാൾ ചെയ്യേണ്ടത് ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു തോട്ട് ഓഫ് ദ ഡേ, ആ ഒരു ദിവസത്തേക്ക് ഒരു തോട്ട് പറയാം. ആ തോട്ട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, നമ്മുടേതായ ഒരു കോട്ട്. അല്ലെങ്കിൽ കുറെ നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ, APJ അബ്ദുൽ കലാം, മഹാത്മാഗാന്ധി, പിന്നെ അങ്ങനെ എന്താ പറയാ, നബി, അങ്ങനെ കുറെ ഉണ്ടല്ലോ, മദർ തെരേസ, ജീസസ് ക്രൈസ്റ്റ്, അങ്ങനെ ഏത് നിലയിലുള്ളവരുടെ ആണെങ്കിലും നല്ലൊരു
കോട്ട്, നമുക്ക് നല്ലൊരു മെസ്സേജ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ഒരു കോട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റോറിയിലൂടെ, ഒരു കൊച്ചു സ്റ്റോറിയിലൂടെ മെസ്സേജ് തരുന്ന രീതിയിൽ ഒരു തോട്ട് പറയാം. ഇത് അപ്പോ ഒരാള് രണ്ടുപേര് കോർഡിനേറ്റേഴ്സ് ആവണം. ഇന്ന് എല്ലാരും പ്രിപ്പയർഡ് ആണോ? എന്നാ സ്റ്റാർട്ട് പ്ലീസ്. എനിക്ക് അറിയില്ല, അപർണ മാം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സോ പ്ലീസ്. ഓക്കെ, ആരാ അപ്പം തോട്ട് ഓഫ് ദി ഡേ? മാം ഞാനാണ്, പറയട്ടെ. പേര് കാണുന്ന പേരിന്റെ മിസ് റിയ? അതല്ല, തൻസീറ എന്നാണ്. തൻസീറ. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് വരാൻ പറ്റും, എന്ന് ചേഞ്ച് ചെയ്ത് തന്നു. കുട്ടികളുടെ ആരുടെങ്കിലും ആണോ? ആ അതെ അതെ, മോന് പഠിപ്പിച്ചു. ഓക്കെ തൻസീറ. എവറി ഡേ ഹാസ് എ ന്യൂ ബിഗിനിങ്. ടേക്ക് എ ഡീപ് സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് അഗൈൻ. ഓക്കെ, ഇനി എന്താ സൈൻ ഇൻ ഉണ്ടോ? സൈൻ ഇൻ ആണ് എല്ലാവരും എഴുപ്പുന്നത്, മറ്റുള്ള ബാച്ചുകള്. നിങ്ങൾ നല്ല വൈബ്രന്റ് ബാച്ച് ആണെങ്കിൽ യു ക്യാൻ യൂസ് ദ ഓപ്പർച്യൂണിറ്റി. കാരണം ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ജോബിലേക്കായിരിക്കും പോകുന്നത്, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും? സൈൻ ഇൻ മാം പറയേണ്ടത്, അത് മാത്രം ഡൗട്ട് ഉണ്ട്. ആണോ? ഓക്കെ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ചില സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ ആങ്കറിങ് ചെയ്യുന്നത്, ഓഡിയൻസിനെയൊക്കെ വിഷ് ചെയ്ത് ഡയസിലിരിക്കുന്നവരെ, സദസ്സിലിരിക്കുന്നവരെയും ഓഡിയൻസിലിരിക്കുന്നവരെയൊക്കെ വിഷ് ചെയ്ത് പ്രോഗ്രാമിലേക്കൊക്കെ വെൽക്കം ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? പണ്ടത്തെ ഒരു രഞ്ജിനി ഹരിദാസിന് ഓർമ്മയുണ്ടോ? അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള യൂണിക് സ്റ്റൈലില് സൈൻ ഇൻ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് അത്രയും നല്ലത്. നിങ്ങൾക്ക് ഡാൻസിങ് സ്റ്റെപ്സ് യൂസ് ചെയ്യണോ? ഡാൻസിങ് സ്റ്റെപ്സ് യൂസ് ചെയ്യാം. നമ്മളുടെ നാട്ടിൽ എത്രയോ പല വെറൈറ്റി ഫോംസിലുള്ള ഡാൻസിങ് സ്റ്റെപ്സ് ഉണ്ടല്ലേ. കഥകളി, തിരുവാതിരക്കളി, ഒപ്പന, മാർഗം കളി, ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനെ എന്ത് ഡാൻസിങ് ഫോം, കൈകൊട്ടിക്കളിയോ, എന്ത് ഡാൻസിങ് ഫോം, സൂംബ, എന്ത് ഡാൻസിങ് ഫോംസോടുകൂടി ക്ലാസ്സിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഞങ്ങള് പഠിക്കുന്ന സമയത്ത് എല്ലാരെയും കൊണ്ടും സൈൻ ഇൻ ചെയ്യിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഈ 1 അവറിൽ അങ്ങനെ എല്ലാരെയും കൊണ്ട് സൈൻ ഇൻ ചെയ്യിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ പ്രെയർ, തോട്ട് ഓഫ് ദി ഡേ, സൈൻ ഇൻ, ഷെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. നമുക്കൊരു 5 to 10 minutes അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. 2 പേർക്ക് സൈൻ ഇൻ ചെയ്യാം. അതായത് ക്ലാസ്സിനെ വെൽക്കം ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സ്റ്റൈലിൽ വന്നിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയാൽ വീഡിയോ ഓൺ ചെയ്ത് നല്ലതായിരിക്കും. കാരണം ഇത് നമ്മുടെ ഷൈനസ്, കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകുമ്പോഴേക്കും അവരുമായിട്ട് ചിലപ്പോൾ ഡാൻസ് ചെയ്യേണ്ടവരും പാട്ട് ചെയ്യേണ്ടവരും അവർ നമ്മളോട് അട്രാക്റ്റഡ് ആകാൻ, അതാണ് അടുക്കാനുള്ള ഒരു മാർഗം അതാണ്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ബൊമ്മ പോലെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുത്താൽ അവരൊട്ടും ശ്രദ്ധിക്കില്ല. അവരുടെ പവർ ഓഫ് അറ്റൻഷൻ കൂടണമെങ്കിൽ അവർക്ക് വിഷ്വൽ ഇമ്പാക്ട് വേണം. അവർക്ക് അവരുടെ കൂടെ പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം, അവരുടെ കൂടെ കളിച്ചാൽ മാത്രമേ അവര് നമ്മളോട് അടുക്കുള്ളൂ. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവര് നല്ല അകലം പാലിക്കും. അപ്പൊ നമ്മൾക്ക് ഒട്ടും അവര് നമ്മളുടെ അടുത്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞാലും അവര് അനുസരിക്കും. ഒബീഡിയൻസ് എന്നുള്ളത്, ആ അനുസരണം അവരിൽ തന്നെ വരും. അല്ലാണ്ട് പേടിപ്പിച്ചോ വടിയെടുത്തോ പണിഷ് ചെയ്തോ ഷൗട്ട് ചെയ്തോ ഒന്നും അല്ല കുഞ്ഞുങ്ങളിൽ ഒബീഡിയൻസ് കൊണ്ടുവരുന്നത്. പ്രിയ മോണ്ടിസോറി പറഞ്ഞ കാര്യം അതാണ്. കുട്ടികളിൽ ഡിസിപ്ലിൻ, ഒബീഡിയൻസ് ഒക്കെ തന്നെത്താനെ ജനറേറ്റ് ചെയ്യുന്നതാണ്, ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിന് നമ്മുടെ അപ്രോച്ച്, നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അവാം, ലവ്, കെയറിങ്, അഫെക്ഷൻ എല്ലാം. അപ്പൊ അവരുടെ കൂടെ ഡാൻസ് ചെയ്യേണ്ടവരും പാട്ട് പാടേണ്ടവരും ഒക്കെ. നമ്മള് ഇപ്പം ഭയങ്കര ഡാൻസർ ഒന്നും ആവണമെന്നൊന്നുമില്ല ഈ പ്രൊഫഷനില്. അവരുടെ കൂടെ ചേരുമ്പോൾ നമ്മളും അങ്ങനെ അവരുടെ ഒപ്പം, അവർക്ക് നമ്മള് എങ്ങനെ ഗ്രാൻഡ് ഡാൻസ് ചെയ്യുന്നൊന്നുള്ളതല്ല, അവരുടെ കൂടെ കൂടുന്നുണ്ടോ അത്ര മാത്രം ഇവിടെ നോക്കും. അപ്പൊ സൈൻ ഇൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ക്ലാസ് എൻഡ് ആവുമ്പോഴേക്കും സൈൻ ഔട്ട് ചെയ്യാം. എല്ലാവരോടും താങ്ക് യു പറഞ്ഞ് സൈൻ ഔട്ട് ചെയ്ത് പോവാം. ചില ക്ലാസ്സിലുള്ളവരെ സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ടോപ്പിക് ഒന്ന് ബ്രീഫ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ലേറ്റ് ആയി കയറിയവർക്ക് അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആണ് അങ്ങനെ ബ്രീഫ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കും ഒരു ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു എനിക്കൊരു റിമൈൻഡിങ് പോലെ അന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അത് ആർക്കെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ആ രീതിയിൽ ക്ലാസ്സിന്റെ സ്ട്രക്ചർ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ, വി ക്യാൻ വിഷ് ദം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവരെ വിഷ് ചെയ്യാം. അതിനൊക്കെ സമയം കളയുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പല പൊട്ടൻഷ്യൽ ഉള്ളവരുണ്ടാവും. ചിലര് നല്ലപോലെ ഇത് കുക്കിംഗ് ചെയ്യുന്നവരുണ്ടാവും. ദേ ക്യാൻ ഷെയർ ദർ റെസിപ്പീസ്. നല്ല സ്പെഷ്യൽ എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ചിലര് നല്ലതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ടാകും.
നിമിഷ നേരം കൊണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് എന്നൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. ഒറിഗാമി അറിയുന്നവരുണ്ടാവും, പേപ്പർ ക്രാഫ്റ്റ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലാസ്സിൽ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട്. ആരാണത്? തൻസീറ ആരുടെ ബർത്ത്ഡേ? ഫാത്തിമ നമ്മുടെ ക്ലാസ്സിലുണ്ടോ? Okay, Fatima. Okay, many happy returns of the day. This is your day. Enjoy and be happy. Thank you so much, ma'am. Especially അടുത്ത ഞാനാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരു കേക്ക് ഒക്കെ ഇട്ട് തന്നേനെ. നമ്മള് കേക്ക് കട്ട് ചെയ്ത് വിർച്വലി കേക്ക് കട്ട് ചെയ്തൊന്നും നമുക്കൊന്ന് വിചാരിക്കുന്നത്. അവിടെ കുറെ ലവും കേക്കും കുറെ ഒക്കെ വരുന്നുണ്ട്, പോപ്പേഴ്സും ഒക്കെ പൊട്ടി വരുന്നുണ്ട്. ഓക്കെ, ബി ഹാപ്പി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ ഒറിഗാമി ഒക്കെ അറിയുന്നവർക്ക് ഒരു ദിവസം ഒരു സെഷൻ തരാം. അവർക്ക് ഇപ്പോഴത്തെ ക്ലാസ്സിന്റെ കുറച്ചുകൂടെ നമ്മൾ അങ്ങ് കഴിയുമ്പോഴേക്കും ഒറിഗാമി പഠിപ്പിച്ചു കൊടുക്കാം. ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും ഒരു ഡേ നിങ്ങൾക്ക് അങ്ങ് തരാം. അതുപോലെ ഫാബ്രിക് പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ് അങ്ങനെയൊക്കെ അറിയാവുന്നവർക്ക് അതിനും ഒരു ടൈം തരാം, നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അറിയാമെങ്കിൽ പരസ്പരം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സൂക്ഷിക്കണം. കാരണം ഇത് പഠിക്കുകയും വേണം. നമ്മൾ കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റഫ് വേണമല്ലോ, നമുക്ക് കാണിക്കാനും വേണം. പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അതിന്റെ ഒരു മോഡൽ കാണിക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവും, അവർക്ക് അതുപോലെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം വരും. അപ്പൊ അങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ, ഓല കൊണ്ട് പന്ത് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കട്ടെ. അങ്ങനെ നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ യൂണിറ്റ് 1 ആണ് തുടങ്ങുന്നത്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് അല്ലെങ്കിൽ 3 കോർണർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡും 3 കോർണറും ഇല്ലാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോ WHO ഹെൽത്ത് ട്രയാങ്കിൾ എന്ന് പറയുന്നതിലെ 3 കാര്യങ്ങളാണ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ദൈവം സഹായിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെ. ജോലി ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം, അങ്ങനെ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്കുമെല്ലാം ഭക്ഷണമൊക്കെ നല്ലതെല്ലാം ഉണ്ടാക്കി നല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കി പറ്റും. ഈ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹെൽത്ത് ആയ ഫുഡ് കഴിക്കുക, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുക. ഇച്ചിരി ഒന്ന് വണ്ണം വെച്ചോ ഞാൻ എന്നൊരു സംശയം തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? സാധാരണ ഫിറ്റ്നസ്, എക്സസൈസ്, നല്ല ഡയറ്റ് കൺട്രോളും എക്സസൈസ് ചെയ്തും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഡയറ്റ് കൺട്രോളും ഫിസിക്കൽ ഫിറ്റ്നസ്, അത് ഫിസിക്കലി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഏജിനും ഹെൽത്തിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ സ്വീകരിക്കും അല്ലെ. ചിലർ നടക്കാൻ പോകും. ഇപ്പൊ പ്രായമായ ആളുകൾ കൂടുതൽ ചെയ്യുന്നത് നടക്കാൻ പോകുന്നതാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ജിമ്മിൽ പോകും. കുറച്ചുകൂടെ ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ളവർ സൂംബ ഡാൻസിന് പോകും. ഡാൻസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പഴയതൊക്കെ പൊടി തട്ടിയെടുത്ത് പ്രാക്ടീസ് ചെയ്യും. ദിവസം ഒരു 1/2 hour 1 hour ഒക്കെ. അങ്ങനെ പല രീതിയിലും നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ പല എക്സസൈസ്, യോഗ ചെയ്യുന്നവരുണ്ട് അല്ലെ. അങ്ങനെ പല എക്സസൈസസ് ജിമ്മില്, ഹെൽത്ത് ക്ലബില് ജോയിൻ ചെയ്ത് അവിടെ ചെയ്യും, നീന്തും, നടക്കും, ഓടും. അങ്ങനെ പല എക്സസൈസ് ചെയ്ത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവും. ഈ വെൽനസ് എന്ന് പറയുന്നത് എന്താ? വെൽനസ് എന്താണ്? ഹാപ്പി ആയിട്ടിരിക്കലാണോ? അതെ, ഹാപ്പി ആയിട്ടിരിക്കുക. എന്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ഭക്ഷണം എനിക്ക് കിട്ടുന്നു, ഞാൻ അത് കഴിക്കുന്നു, ഞാൻ എന്റെ ശരീരം ഹെൽത്തി ആകുന്നു, എക്സസൈസസ് ചെയ്തിട്ട് ഞാൻ ഫിസിക്കലി ഫിറ്റ് ആകുന്നു. പക്ഷെ വീട്ടിൽ എപ്പോഴും വഴക്കാണോ, ഒരു സമാധാനം ഇല്ല, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ വെല്ലാണെന്ന് പറയൂ, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. നമുക്ക് സുഖം, സന്തോഷം, സമാധാനം ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പിനെസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിനെ കുറച്ചുകൂടെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്കിതെല്ലാം ഒരുമിച്ച് വന്നാലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായി ആരോഗ്യമുള്ള ഒരാളെന്ന് പറയാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് ജോലിയുണ്ട്, നല്ല സാലറി കിട്ടുന്നു, പക്ഷെ ആ ഓഫീസിൽ ഭയങ്കര പ്രഷറാണ്. നമ്മുടെ ബോസ് നമ്മളെ എപ്പോഴും ഷൗട്ട് ചെയ്യും നമ്മുടെ നേരെ, ഭയങ്കര വർക്ക് ലോഡ്, ഭയങ്കര പ്രഷർ, ഉറക്കമില്ല. അങ്ങനെ വന്നാൽ നമ്മൾ വെല്ലാണോ?
അല്ല. അപ്പൊ നമ്മളുടെ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലിയോട് കൂടിയും ഫ്രണ്ട്സിനോട് കൂടി നമ്മുടെ വീട്ടിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും ജോലിയിടങ്ങളിലും നമ്മുടെ സൊസൈറ്റിയിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിനെയാണ് വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നമുക്കവിടെ യൂണിറ്റ് 1 മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എന്ന് പറഞ്ഞ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. ഇതില് നിങ്ങൾ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഫസ്റ്റ് ഹെൽത്ത് മാത്രം, ആ ഹെൽത്തിന്റെ ഒരു ബുള്ളറ്റ് പോയിന്റ് വെച്ചിട്ട് അവിടം വരെയുള്ള ഭാഗം, ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഹെൽത്ത് വരെ. I am Asuna. Health, physical fitness and wellness. It is the duty of all individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. സീന, ആ ഹെൽത്തും കൂടെ വായിച്ചു. ഹെൽത്തിന്റെ ബുള്ളറ്റ് പോയിന്റില് അത് കൂടെ വായിച്ചു. Health is the state of being identical with freedom from diseases and illness that includes a positive fundamental wellness associated with quality of life and positive well-being also. ഹെൽത്ത് എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് നമ്മളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് പറയാനാണെങ്കിൽ ഇത് കുറേ കാര്യങ്ങളുണ്ട്. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഹാപ്പി വർത്തി ഹ്യൂമൻ ലൈഫ്. നമുക്ക് കുറേ വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്നതാണോ, അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റി ഉള്ള ലൈഫാണോ നല്ലത്? ക്വാളിറ്റി ഉള്ള ലൈഫ് അല്ലെ, ക്വാണ്ടിറ്റി അല്ല. ലൈഫിന്റെ ക്വാണ്ടിറ്റി അല്ല. കുറെ വർഷം മരുന്നും ബെഡ്രിഡനും ആയി കിടക്കുന്നതിനേക്കാളും നല്ലത് അസുഖങ്ങളൊന്നും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ച് നമ്മുടെ ലൈഫ് അത് കംപ്ലീറ്റ് ആവുന്നതാണ് നമുക്ക് നല്ലത് അല്ലെ. ക്വാളിറ്റി ഓഫ് ലൈഫ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലക്ഷറിയസ് ലൈഫ് അല്ല, ബിസി ലൈഫ് അല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു ഹാപ്പി വർത്തി ഹ്യൂമൻ ലൈഫ്, അതാണ് ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് ഓവറോൾ ഉദ്ദേശിക്കുന്നത്. ഇത് അങ്ങനെ നല്ല ഹെൽത്തി ആയിരിക്കാൻ നമുക്ക് നല്ലൊരു ആരോഗ്യം, പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് കിട്ടുന്നത് നമ്മൾ നല്ല ബാലൻസ്ഡ് ഡയറ്റ്, അതായത് നല്ല എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ നല്ല വെൽ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് അങ്ങനെ വരും. പക്ഷെ നമുക്കറിയാം നമ്മുടെ ലൈഫില് എന്താണ് ലോസസ് സംഭവിക്കാറുണ്ട് അല്ലെ. നമ്മുടെ ഫാമിലിന്നോ നമ്മുടെ വളരെ അടുത്ത ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അതൊരു ഗ്രീഫാണ്, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു നഷ്ടമാണ്. അതൊരു ഗ്രീഫ് തന്നെയാണ്. പക്ഷെ ആ ഒരു ദുഃഖം നമുക്ക് മാനേജ് ചെയ്യാൻ. സൗമ്യ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ആ ഒരു ഇത് നമുക്ക് ആ സ്ട്രെസ് വരുന്നതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലാണ്ട് ഇപ്പോഴേ നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലൈഫാണ്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് അല്ലെ. നമുക്ക് ചിലപ്പോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലോസ് വരുന്നു. ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോയി എഴുതുന്നത് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമുക്ക് ഭയങ്കരമായി നമ്മളിൽ ഡൗൺ ആയി പോകുന്ന പല പല സിറ്റുവേഷൻസ് ആണ്. നമ്മൾ വളരെയധികം സ്വന്തം എന്ന് കരുതിയ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് മിണ്ടാതിരിക്കുക, അതൊക്കെ എല്ലാം നമുക്കൊരു ലോസ് തന്നെയാണ് അല്ലെ. നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു ഡ്രസ്സിൽ ഒരു സ്റ്റെയിൻ വരിക, അതും നമുക്ക് ലോസ് ആണ്. വളരെ പ്രിപ്പയർ ചെയ്തൊരു ഡിഷ് എന്താ പറയാ റെസിപ്പിയൊക്കെ നോക്കി ഉണ്ടാക്കിയ അത് കുളമായി, അതും ഒരു വിഷമം തന്നെ. വരുന്ന സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക കൂടെ ചെയ്യണം. അതും വെൽനെസിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അവിടെ എന്താ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. നമുക്ക് മനസ്സിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടിനെയും നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഇതെല്ലാമാണ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖത്തിൽ നിന്നും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക, നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ലൈഫ് നല്ല ക്വാളിറ്റി ആയിരിക്കണം, പിന്നെ പോസിറ്റീവ് ആയിരിക്കണം. അതും കൂടിയാണ് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്. അപ്പൊ നമ്മുടെ ശരീരം മാത്രമല്ല ഹെൽത്തി ആയിരിക്കേണ്ടത്, നമ്മുടെ മനസ്സിനും സന്തോഷം വരണം, ആ ഒരു മെന്റൽ വെൽബീയിങ് ഉണ്ടായിരിക്കും. അതുപോലെ സോഷ്യൽ,
എന്ത് സോഷ്യൽ എന്ന് പറയുന്നത്? സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹ്യപരമായ സാമൂഹ്യപരമായ. നമ്മുടെ വീടിനടുത്തൊരു പുതിയ ഫാമിലി വന്നു, നമ്മള് ഹാപ്പി ആയി. ഒരു ഫാമിലി കൂടെ അടുത്ത് വന്നല്ലോ, ആൾക്കാരുണ്ടല്ലോ, വർത്താനം പറയാനും കാണാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ. അവര് ആരോടും മിണ്ടുന്നില്ല, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളൊരു വെൽക്കമിങ് സ്മൈലായിട്ട് ചെന്നാൽ പോലും അവര് മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചു പോകുന്നു, ഒരു മനുഷ്യനോടും മിണ്ടുന്നില്ല. പക്ഷെ അവര് സോഷ്യലൈസ് ചെയ്യുന്നില്ല, അവരുടെ സോഷ്യൽ ഹെൽത്ത് വളരെ ലോ ആണ്. അതാണ് സോഷ്യൽ വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളിലൂടെ പോകുന്നു: ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ബീയിങ് ഹാപ്പി, അതാണ് വെൽബീയിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെ ബാലൻസ് ആണ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, ഇതിന്റെ ബാലൻസ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിന് കൊടുത്ത ഒരു ഡെഫിനേഷൻ ആണ്. ഈ 3 കാര്യങ്ങളെയും നമുക്ക് ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ നല്ല തടിയൊക്കെ വെച്ച് ഇരിക്കുന്നതല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്നതുമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ശരിയായിരിക്കണം, മെന്റൽ ഹെൽത്ത് ശരിയായിരിക്കണം, സോഷ്യൽ ഹെൽത്ത് ശരിയായിരിക്കണം. നമ്മൾ ആളുകളോട് സോഷ്യലൈസ് ചെയ്യുന്ന രീതി, ഇന്ററാക്ട് ചെയ്യുന്ന രീതി, ഒരു പോസിറ്റീവ് വേയിലാണ് നമ്മൾ ആളുകളെ കാണുന്നതും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും. അതാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. WHO ഒരു ഡെഫിനേഷൻ ആണ് ഹെൽത്തിന്റെ. ബാലൻസ് ഓഫ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത് ആണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. WHO അതൊരു ട്രയാങ്കിളിൽ വെച്ചിട്ട് ആ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഈ സോഷ്യൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ആലോചിക്കാം? ഹെൽത്തിനെ പറ്റി കുറെ കാര്യങ്ങൾ വരുന്നു. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു സംശയം, ഞാൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് കൺസിഡർ ചെയ്യണം, ഞാൻ എങ്ങനെയായിരിക്കണം എന്റെ റൊട്ടീൻ, അല്ലെങ്കിൽ എന്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരും. ഇത് നമുക്കൊരു അസൈൻമെന്റ് പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കാം ഗ്രൂപ്പിൽ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആളുകളെ മീറ്റ് ചെയ്യാം. ഈ 10 പേരും 10 സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരാണെങ്കിൽ നല്ലതായിരിക്കും. 10 ഏജ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളവര്, കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ളവര്, അഡൽട്സ്, യങ്സ്റ്റ് കൗമാരക്കാരൻ, ടീനേജ്, ആ ഒരു ഏജിലുള്ളവര്, അങ്ങനെയുള്ളവരെ കാണുക. അങ്ങനെ എല്ലാം ഒരേ പ്രായത്തിലും ഒരേ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലും, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, അങ്ങനെ പല പല സോഷ്യൽ ലൈഫിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കണ്ടിട്ട് അവരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്: അവരുടെ ഒരു ഒപ്പീനിയനിൽ, അവരുടെ ഒരു വ്യൂ പോയിന്റിൽ എന്താണ് ഹെൽത്ത്, വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത്, ഇതാണ് അവരോട് ചോദിക്കേണ്ട ചോദ്യം. എന്നിട്ട് അവര് പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്ത് വെച്ചിട്ട് കിട്ടിയ ഫുൾ കളക്ട് ചെയ്ത ഡേറ്റാസ് മുഴുവൻ നോക്കിയിട്ട് ഹെൽത്തിനെ കുറിച്ചിട്ട് ഒരു ഡെഫിനേഷൻ നിങ്ങൾ അങ്ങ് എഴുതി വെക്കുക. വാട്ട് ഈസ് ഹെൽത്ത് എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ തന്നെ ആലോചിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുള്ളതല്ല വേണ്ടത്. ഈ 10 പേരോട് ചോദിക്കുമ്പോൾ 10 പേരും ഹെൽത്തിനെ കുറിച്ച് അവരുടേതായ കാര്യങ്ങൾ പറയും. അവരോട് ചിലപ്പോൾ പലതും റിലേറ്റ് ചെയ്ത് പറയായിരിക്കും, അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയായിരിക്കും. ഇവരോട് ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കും: ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതായത് ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്, അതും നോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിന് ഒരു ഡെഫിനേഷൻ എഴുതാം, വേണമെങ്കിൽ പോയിന്റ്സ് ആയിട്ട് എഴുതാം. സ്റ്റെപ്സ് ടു ബിക്കം ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും എഴുതി വെക്കാം. അപ്പൊ ഇത് മനസ്സിലായോ? എന്താ ചെയ്യേണ്ടത് മനസ്സിലായോ? നമ്മളൊരു കൊച്ചു സർവേ പോലെ ചെയ്യുക. നമ്മുടെ അടുത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആൾക്കാർ ചില സമയത്ത്, അല്ലെങ്കിൽ ആശാ വർക്കർമാരൊക്കെ സർവേക്ക് വരില്ലേ, അതുപോലെ നമ്മൾ 10 പേരെ കണ്ടിട്ട്, അത് പല രീതിയിൽ ജീവിക്കുന്ന 10 പേര്, പല ഏജ് കാറ്റഗറി ആണെങ്കിൽ നല്ല രസമായിരിക്കും. അവരോട് ചോദിക്കുക, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഒരു കൺസെപ്റ്റില് ഹെൽത്ത് എന്താണ്. അവർ പലതും പറയും. അതെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് നമുക്ക് വായിച്ചിട്ട് ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ എഴുതാം. ഇംഗ്ലീഷിലാണ് കേട്ടോ നമ്മുടെ എല്ലാം ചെയ്യേണ്ടത്. പിന്നെ ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ചെയ്യുന്നത്, അപ്പൊ അതിനും അവർ പലതും പറയാം. യങ്സ്റ്റേഴ്സ് പറയുന്ന ആയിരിക്കില്ല, കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ളവർ പറയുന്നത്, ടീനേജേഴ്സിന് അത് വേറെ രീതിയിലായിരിക്കും പറയുന്നത്. അങ്ങനെ വളരെ രസകരമായ മറുപടികളൊക്കെ അവരുടെ കിട്ടും. അത് കളക്ട് ചെയ്ത് വെക്കുക. ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഈ അസൈൻമെന്റിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് സബ്മിറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ടാവും, അതിൽ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മന്തിനുള്ളിലായിരിക്കും അതിന്റെ
മാർക്ക് വരുള്ളൂ. കാരണം ഇത്രയും ബാച്ചിന്റെ ഇത്രയും കുട്ടികളുടെ ഒക്കെ വരുവാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം, വാല്യൂ ചെയ്തിട്ട് വേണം അതിന്റെ മാർക്ക് ഇടാനായിട്ട്. അപ്പൊ ചിലപ്പോൾ ചിലരുടെ ഫസ്റ്റ് തന്നെ അങ്ങ് വാല്യൂ ചെയ്തിട്ടുണ്ടാവും. ഈ നോക്കുന്ന ആ ഓർഡറിലൊക്കെ ചിലപ്പോൾ ആദ്യം സബ്മിറ്റ് ചെയ്തവർക്ക് ചിലപ്പോൾ പിന്നെയായിരിക്കും വാല്യൂ ചെയ്യുന്നത്. അതൊക്കെ ഓർത്ത് ടെൻഷൻ ഒന്നും വേണ്ട. 1 month ആയിട്ടും മാർക്ക് അവിടെ ഇട്ടിട്ടില്ലെങ്കിൽ മാത്രം എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, വേറെ ടെൻഷൻസ് ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി, അസൈൻമെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യേണ്ട, അസൈൻമെന്റ് എന്ന് പറയുന്നത് മാത്രം സബ്മിറ്റ് ചെയ്യുക. ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഫ്ലവർ വേസും ഫ്ലവറും ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ കാണിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യും. അസൈൻമെന്റ് ബോണ്ട് പേപ്പറിൽ ഒന്നും എഴുതണ്ട. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് ആയിരിക്കും നല്ലത്. മീഡിയം പേപ്പേഴ്സ് ഒക്കെ ഉള്ള ഭയങ്കര വലിയ നീളമുള്ള കോളേജ് നോട്ട്, ഞാൻ എഴുതിയിരുന്ന അസൈൻമെന്റ്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എഴുതിയിരുന്ന അസൈൻമെന്റ് നോട്ട്ബുക്ക് ഏകദേശം ഇതാട്ടോ. അതിലും ലെങ്ത് കൂടിയ കോളേജ് നോട്ട്ബുക്കുകൾ ഉണ്ട്. അത്രയും വലുതൊന്നും വാങ്ങാൻ പറയില്ല. രണ്ടിന്റെയും ഇത് ലെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാല്, മനസ്സിലായോ? ഇത് നീളം കൂടിയതാ. ഇതിനേക്കാളും നീളമുള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അസൈൻമെന്റ് എഴുതിയത് ഇതാണ്. ഇത്രയും പേജസേ ഉള്ളൂ. ഒറ്റ അസൈൻമെന്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നിരുന്നായിരുന്നു. അത് നിങ്ങൾക്ക് തരും. ഇപ്പോഴല്ല, പാർട്ട് 4 ഒക്കെ ആകുമ്പോഴാണ്, മോഡ്യൂൾ 1 കംപ്ലീറ്റ് ആകാനാകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട്, അതിപ്പോ പലരും അസൈൻമെന്റ് തരുമായിരിക്കും. എനിക്ക് പ്രോബ്ലം ഇല്ല, എല്ലാവരുടെയും കൂടെ ഒരെണ്ണത്തിൽ എഴുതുന്നതിൽ അവർക്കും പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടി പല നോട്ട്ബുക്സ് ഒന്നും വാങ്ങണമെന്നില്ല. പിന്നെ ഇതുപോലുള്ള ഡയറികൾ കിട്ടുവാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. വേറെ ഒന്നും അതിൽ എഴുതി കുത്തിക്കുറിക്കരുതെന്നേ ഉള്ളൂ. നമ്മൾ വൺസ് അസൈൻമെന്റിന് വേണ്ടി വെക്കുവാണെങ്കിൽ ആ ബുക്ക് അസൈൻമെന്റിന് വേണ്ടി മാത്രം. ക്ലിയർ ആയോ? പിന്നെ ലൂസ് പേപ്പേഴ്സിൽ എഴുതാം, അത് എഴുതാൻ പാടില്ല എന്നല്ല. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ലൂസ് പേപ്പറിൽ അസൈൻമെന്റ് പേപ്പർ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുമായിരുന്നു. ബോർഡർ ഒക്കെ വരച്ച് പേജ് നമ്പർ ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇച്ചിരി റേറ്റും കൂടുതലാന്ന് തോന്നുന്നു. ആ പേപ്പറിലും നമുക്ക് അസൈൻമെന്റ് എഴുതാം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് നല്ല പോലെ സെക്യൂർ ചെയ്ത് വെക്കണം. ഒന്നില്ലെങ്കിൽ ഫയൽ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സ്പൈറൽ ബൈൻഡിങ്ങോ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം. അതൊക്കെ കോസ്റ്റ് കൂടുതലല്ലേ. അത് ചിലപ്പോ ഒന്നാമത് ഫാനൊക്കെ ഇട്ടിരിക്കുമ്പോ പേപ്പർ പറന്ന് അലമാരിയുടെ അടിയിലും ടേബിളിന്റെ അടിയിൽ പോയാൽ നമ്മൾ കാണില്ല അത് അതിന്റെ അടിയിൽ കിടക്കുന്നത്. ഇത് പറഞ്ഞപ്പം വേറൊരു ബാച്ചിലെ കുട്ടി പറയത് ശരിയാ മിസ്, ഞാൻ ആദ്യം വലിയ കാര്യത്തിൽ പേപ്പറിൽ എഴുതി, ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ ടൈമില് വൈവ ടൈമില് അസൈൻമെന്റ് എല്ലാം എടുത്തു വെച്ചപ്പോ പല പേജും മിസ്സിംഗ് ആണ്. ഇതിങ്ങനെ പറന്നു പോകും. വീട്ടിലുള്ളവർക്ക് അറിയില്ലല്ലോ ഇത് അസൈൻമെന്റ് ആണോ, അടിച്ചു വരുന്നവർ അത് അങ്ങനെ കൊണ്ടുപോകുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നോട്ട്ബുക്ക് തന്നെയാണ് സേഫ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കുവാണെങ്കിൽ ലൂസ് ഷീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് സൂക്ഷിച്ച് ഫയൽ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഹെൽത്തിന്റെ റിലേറ്റഡ് ഒരു അസൈൻമെന്റും പറഞ്ഞു. ആളുകളെ മീറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഹെഡിങ് ടൈറ്റിൽ വരുന്നത് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഫിസിക്കൽ വെൽനസ് എന്നും പറഞ്ഞാണ്. അപ്പൊ വെൽനസ് നിങ്ങൾ മാറ്റിയിട്ട് ഫിറ്റ്നസ് എന്നാക്കണം. കണ്ടോ, ഇവിടെ ഫിസിക്കൽ വെൽനസ് ഈസ് ദ എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഫിസിക്കൽ വെൽനസിന് പകരം ഫിറ്റ്നസ് എന്നാക്കുക. ടൈപ്പിംഗ് ഇത് വന്നതാ. അടുത്ത ഫിസിക്കൽ ഫിറ്റ്നസ്, അത് ആരാ വായിക്കുക? ഞാൻ വായിക്കാം മാം. Physical fitness is the ability to bring out daily tasks with vigor, alertness, without undue weakness. It also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situations. Wellness. Wellness is a അറിയോ? എന്താന്ന് പറയാം, മതി. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മുടെ ഹെൽത്തിനനുസരിച്ച്, നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാം. പ്രായമായ ആളുകൾ നടക്കാനായിട്ട് പോകും. നമ്മുടെ വീട്ടില് സുഖമില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ വെച്ചിട്ട് അവരായിട്ട് ചില
എക്സസൈസുകളൊക്കെ ചെയ്യും. ആ മസിൽസിന്റെ മൂവ്മെന്റ് ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട്. കാരണം സുഖമില്ലാതെ വന്ന് വീക്കായി, ചിലപ്പോ മരുന്നുകളൊക്കെ കഴിച്ച് ബെഡ്രിഡൻ ഒക്കെ ആയി കുറച്ച് അങ്ങനെ ബെഡിൽ തന്നെയായി മസിൽസ് ഒക്കെ ഒന്ന് വീക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് സ്ട്രോങ് ആക്കാനായിട്ട് ഈ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് അവര് വന്നിട്ട് ഇങ്ങനെ പിടിച്ചു നടത്തിക്കോ, അങ്ങനെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യിച്ച് ഇങ്ങനെ മസിൽസിന്റെ മൂവ്മെന്റ് കറക്റ്റ് ആക്കാം. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഹെൽത്ത് റിലേറ്റഡുമാണ്, മോട്ടോർ റിലേറ്റഡ് ആണ്. മോട്ടോർ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ് ആണല്ലോ പല ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴും മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ലൈവ്ലി, നല്ല ജീവനുണ്ട് എന്നുള്ള അർത്ഥം. നമ്മൾ എന്തെങ്കിലും സാധനം ഇങ്ങനെ കിടക്കുമ്പോ ചെന്ന് നോക്കിയിട്ട് ജീവനുണ്ടോ ജീവനില്ലയോ എന്നുണ്ടോ എങ്ങനെയാ പറയുന്നേ, അത് അനങ്ങുന്നുണ്ട്, ജീവനുണ്ട്. ദാറ്റ് മീൻസ് നമ്മളുടെ ആ മൂവ്മെന്റ് തന്നെയാണ് നമ്മുടെ ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾക്ക് ഫിസിക്കലി ഒരാൾ ഫിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, അയാൾക്ക് ക്ഷീണമൊന്നും ഇല്ലാതെ അയാളുടെ ഡെയിലി ടാസ്ക് വിത്ത് വിഗർ എന്ന് പറഞ്ഞാൽ എനർജി, നല്ല എനർജിയോട് കൂടി, നല്ല സൂക്ഷ്മതയോട് കൂടി, അലേർട്ടായിട്ട്, വിത്തൗട്ട് അൺഡ്യൂ വീക്ക്നെസ്. അൺഡ്യൂ എന്ന് പറഞ്ഞാൽ എക്സസീവ്, വല്ലാതെ ക്ഷീണിക്കാതെ ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് കാണാം ചില ഈ റോഡിലൊക്കെ പണിയെടുക്കുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെ മില്ലിലൊക്കെ പണിയെടുക്കുന്നവർ, മരത്തിന്റെ, അതൊക്കെ അവര് ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് ഓരോ വർക്ക് ചെയ്യാനാണ്. അവർ പെട്ടെന്നൊന്നും ക്ഷീണിക്കില്ലല്ലേ, കാരണം നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ അവര് പെട്ടെന്ന്. പക്ഷെ നമ്മള് ചെയ്യാത്തൊരു പണി ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ടയർഡ്നെസ് വരുന്നില്ല. നമ്മുടെ വീട്ടിലിപ്പോ എന്താ പറയാ, വീട്ടില് പണിക്കായിട്ട് വിളിക്കുന്ന ആൾക്കാര് കണ്ടിന്യൂസ് ആ പണി ചെയ്യുന്നതാണ്. ചിലര് വീടാണെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഭയങ്കര ഒരു പവറാണ്, അതിലിങ്ങനെ നിന്ന് അവർ പണിയെടുക്കുന്നതാണ്. അപ്പൊ വിത്തൗട്ട് വീക്ക്നെസ്, ആ വീക്ക്നെസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഡെയിലി കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല എനർജിയോട് കൂടി, വിത്ത് വിഗർ എനർജിയോട് കൂടി ചെയ്യാൻ പറ്റുന്നതിന്റെ എബിലിറ്റിയാണ്. അപ്പൊ അത് നമ്മുടെ ബോഡിയുടെ എബിലിറ്റി ആണല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് തന്നെയാണ്. നമുക്ക് ചില ടെസ്റ്റുകൾക്കൊക്കെ, ഇപ്പൊ പോലീസ്, ആർമി അങ്ങനെയുള്ള ചില ടെസ്റ്റുകൾക്കൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടല്ലേ, ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് തെളിയിക്കുന്നത്. അപ്പൊ അതിനവർക്ക് കുറെ മെത്തേഡ്സ്, ഓടിക്കും, ചാടിക്കും, പിന്നെ ഒരു ക്ലൈംബ് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അവരുടെ അത്രയും അതിന് ഏബിൾ ആണോ, ആ ഒരു പ്രൊഫഷൻ ഏബിൾ ആണോ, ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടുന്ന ഒരു ജോബ് ആയിരിക്കും, ഏബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ടെസ്റ്റുകൾ നടത്തുന്നത്. അത് നമുക്ക് ആവശ്യത്തിന് ഹാവിങ് ആംപിൾ എനർജി, ആവശ്യത്തിന് എനർജി നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കിന് മാത്രമല്ല, ഈ വർക്ക് കഴിയുമ്പോൾ നമ്മുടെ ലെഷർ ആക്ടിവിറ്റീസ് ആളുകൾ കണ്ടിട്ടില്ലേ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഷട്ടിൽ കളിക്കാൻ പോകുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. അപ്പൊ അവരവരുടെ ഹെൽത്തിനെ കുറിച്ച് അത്രയും അവെയർ ആണ്, ബോധവാന്മാരാണ്. നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കണം എന്നൊക്കെ ഭയങ്കര നല്ല ഉറച്ച തീരുമാനമുള്ളവരൊക്കെയാണ് അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബിൽ പോകുന്നു. അങ്ങനെ അതും ചെയ്യാനായിട്ട് നമ്മുടെ ലെഷർ ടൈം ആക്ടിവിറ്റീസ്, നീന്തല്, അങ്ങനെ എന്ത് ചെയ്യാനായിട്ടും പറ്റണം. അത് മാത്രമല്ല, ഏതൊരു എമർജൻസി സിറ്റുവേഷനിലും വരുന്ന സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അതും ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വരുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും നമ്മളുടെ ലൈഫിൽ, പക്ഷെ അത് മാനേജ് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണ്, നമുക്ക് പറ്റണം. മേ ബി ചില കാര്യങ്ങൾക്ക് നമുക്ക് ടൈം എടുക്കുമായിരിക്കും, ചില കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുക എന്നുള്ളതുണ്ടല്ലോ, അഡാപ്റ്റഡ് ആകുന്നു, നമ്മൾ ആ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റഡ് ആകും, അങ്ങനെ വരാം. അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് പക്ഷെ എല്ലാവർക്കും ഒരേ ലെവലിലാവണമെന്നില്ല. എനിക്കൊരു വിഷമം ഉണ്ടായി, അപ്പം ഞാൻ അതിന് ഒരു മാസം എടുത്തു ഞാനൊന്ന് റിക്കവർ ആയി വരാനായിട്ട്. സെയിം തന്നെ ലവ്ലിക്ക് സംഭവിച്ചു, സെയിം അതേ ഗ്രേഡിൽ തന്നെ അതേ ലെവലിൽ സംഭവിച്ചു. പക്ഷെ ലവ്ലി ഒരു 10-15 ഡേയ്സ് ആയപ്പോൾ ഓവർകം ചെയ്തു ആ ഒരു സ്ട്രെസ്സിനെ. അപ്പൊ അത് ഓരോരുത്തരുടെയും മാനസിക നില അനുസരിച്ചിരിക്കും അല്ലെ, കാരണം അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് അതുകൊണ്ട്, അതായത് ഒരാളുടെ പേടിയല്ല വേറൊരാളുടെ രീതിയിലുള്ള പേടി, ഒരാളുടെ എന്താ പറയാ ടെൻഷൻ ആവില്ല വേറൊരാളുടെ ടെൻഷൻ. അപ്പൊ അതെല്ലാവരിലും മാറിയിരിക്കുക. അല്ലാതെ എനിക്ക് പറ്റി നിനക്ക് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇതിലും വലിയ പ്രശ്നം വന്നിട്ട് ഞാൻ കൂളായി നടക്കും ഒന്നും പറയരുത്. കാരണം നമ്മളെ മാനേജ് ചെയ്യുന്ന പോലെ ആവില്ല ഒരാൾ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ചില സമയത്ത് കുട്ടികളോട് പറയുന്ന ഒരു ഡയലോഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകായിരിക്കും, എനിക്ക് പറ്റിയില്ല പിന്നെ നിനക്കെന്താ പ്രശ്നം. അത് നമ്മളുടെ ഫിയർ നമ്മുടെയാണ്.
നമ്മുടെ ടെൻഷൻ നമ്മുടെയാണ് അല്ലെ, നമ്മളുടെ ഗ്രീഫ്, നമുക്കുണ്ടാകുന്ന ദുഃഖം, സങ്കടം, അത് അതിന്റെ ലെവല് നമ്മുടെ മാത്രം, വേറൊരാൾക്ക് അത് വേറെ ലെവലിലായിരിക്കും. സോ നമ്മള് ജഡ്ജ് ചെയ്യരുതെന്ന് തന്നെയാണ് പറയുന്നത്. അതൊക്കെയാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, കീ എലമെന്റ്സ്. നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം, നമുക്ക് സെൽഫ് ജഡ്ജ്മെന്റൽ ആകാം. എനിക്ക് എന്നെ തന്നെ എനിക്ക് ജഡ്ജ് ചെയ്യാം, നമുക്ക് സെൽഫ് അനാലിസിസ് ചെയ്യാം, എനിക്ക് എന്നെ തന്നെ വിലയിരുത്താം, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാം, എനിക്ക് എന്നെ തന്നെ വിമർശിക്കാം. പക്ഷെ ഇത് ഞാൻ വേറൊരാളിലേക്ക് ചെയ്യുന്നതല്ല ശരിയായ രീതി. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസ്, സെൽഫ് ജഡ്ജ്മെന്റ്. അപ്പോഴല്ലേ ഞാൻ ഒന്ന് തെളിഞ്ഞു വരുള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഞാൻ ഭയങ്കര ഗുഡാണ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചിന്തയില്ല. യെസ് ഐ ആം ഗുഡ്, പക്ഷെ ഇനി ഞാൻ ഒന്നുകൂടെ എങ്ങനെ ഗുഡാകും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെ. ബെറ്ററിൽ നിന്ന് നമ്മൾ ബെസ്റ്റിലേക്കുള്ള യാത്രയിലേക്ക് പോകണം, അവിടെ എത്തണം, നമ്മുടെ ഗോൾ അതാ. അതിനുള്ള ശരിയായ മാർഗങ്ങൾ അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്ക് പല മാർഗങ്ങളുണ്ട് അല്ലെ. നല്ല ദേഷ്യം വരുമായിരിക്കും നമ്മള്, പക്ഷെ ആ ദേഷ്യത്തിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ആ ദേഷ്യം വന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ ചീത്ത പറയും, ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ആശ്വാസമായെന്ന് നമുക്ക് തോന്നുമായിരിക്കും, രണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ആശ്വാസമായി. പക്ഷെ കേട്ട ആൾക്കും അയാൾക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു, അത് മാറ്റാൻ പറ്റില്ലല്ലോ. പറഞ്ഞ ആൾക്ക് ആശ്വാസമായിട്ടുണ്ടാവും, പക്ഷെ കേട്ട ആൾക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു. ഒരാളുടെ ഫ്രസ്ട്രേഷൻ വേറൊരാളുടെ തലയിലേക്ക് പാരന്റ്സ് പൊതുവെ കാണിക്കുന്ന, അവർക്ക് ദേഷ്യം വരുമ്പോൾ കുട്ടികളുടെ നേരെ തീർക്കും. അപ്പം അതോടുകൂടി അവർക്ക് സമാധാനമായി, സമാധാനം ഇപ്പൊ രണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ സമാധാനം. പക്ഷെ അത് കിട്ടി ഡാമേജ് ആയ ഒരു കുഞ്ഞു മനസ്സ് അവിടെ ഉണ്ട്, അതിന്റെ കാര്യം അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങള്. ഞാൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. നമ്മൾ മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ശരിക്കും മനസ്സിലാകും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ അബ്യൂസീവ് വേർഡ്സ് പറയുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവും ദേഷ്യം വരുമ്പോൾ. അവരെ സംബന്ധിച്ച് അതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തൊരു സമാധാനം. പക്ഷെ കേട്ട ആൾക്കും അയാൾക്ക് ഡാമേജ് പറ്റി, അയാൾ ഇങ്ങനെ ഡൗൺ. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് പറയുമ്പോൾ അതും വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലേക്കുള്ള മാർഗം അത് എങ്ങനെ കണ്ടുപിടിക്കണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മളിൽ തന്നെയാണ്, വേറൊരാളിലല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെൽനസ്. ആക്ച്വലി ഒരു ചെറിയ പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് അവിടെ വെൽനസ് ഉണ്ട്, പക്ഷേ വെൽനസ് എന്ന് പറയുന്നത് വൈഡാണ്. പല ഫാക്ടേഴ്സ് വരും. നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കിട്ടുവാണെങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ വേറെ ചലഞ്ചസ് ഒന്നുമില്ല. നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്, നമ്മള് ലോ ഇൻകമിലാണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റിന്റെ പല പ്രോജക്റ്റുകൾ ഉണ്ടാവുമായിരിക്കും. ഈവൻ റേഷൻ കാർഡിന്റെ കളർ തന്നെ പല പല രീതിയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുമായിരിക്കും. ഭയങ്കര പട്ടിണി അനുഭവിക്കുന്നവര് ഉണ്ടെങ്കിൽ തന്നെയും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും, ആ കാര്യം അറിഞ്ഞു ചെല്ലുമ്പോൾ. അപ്പോ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കാം. ഭക്ഷണം കഴിച്ച് ശരീരത്തിന് ഉണ്ടാവുന്ന ഹെൽത്ത്. ഫിസിക്കൽ ഫിറ്റ്നസ് അത് നമ്മളാ തീരുമാനിക്കണേ, ഞാൻ തീരുമാനിക്കണം. ദിവസവും അരമണിക്കൂർ 1 മണിക്കൂർ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നീക്കി വെക്കണം. അതിന് വേണ്ടുന്ന ഒരു വീട്ടിലെ ഒരു കോർണർ ആയാലും മതി, അല്ലാണ്ട് കാശ് കൊടുത്ത് ജിംനേഷ്യത്തിലോ ഹെൽത്ത് ക്ലബിലോ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ മൈൻഡ് സെറ്റ് ആക്കണം, ഞാൻ അത് ചെയ്യും, ആ ടൈം തുടങ്ങി ആ ടൈം വരെ ഞാൻ ചെയ്യും. പലരും കിച്ചണിലെ വർക്കിന്റെ ഒപ്പം ചെയ്യുന്ന പലരും ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പൊ അത് ചെയ്യണം. അവിടെ നമ്മളാണ് തീരുമാനിക്കണം ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, പിന്നെ വെൽനസ് അത് കുറെയൊക്കെ നമ്മളുടെ രീതികളും പിന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും, അതാണ് വെൽനസ് വരുന്നത്. അപ്പൊ ജീവിക്കുന്ന ചുറ്റുപാടുകള് നമ്മുടെ വെൽനസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. അവിടെ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് നമ്മളുടെ വെൽനസിനെ, നമ്മുടെ സുഖത്തിനെയും സമാധാനത്തിനെയും സന്തോഷത്തിനെയും ബാധിക്കും. അപ്പോ എക്കണോമിക് വെൽനസ് അത് ഒരു ഫാക്ടർ തന്നെയാണ്. ക്ലൈമറ്റ് ഭയങ്കര ചൂട് വരുമ്പോൾ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഇപ്പൊ കറണ്ട് പോയി, ഫാൻ അങ്ങ് ഓഫായി പോയി എന്ന് വിചാരിച്ചു, എനിക്ക് റൂമില്ല, ഞാനിപ്പോ ഫാനൊക്കെ ഇട്ട് വലിയ കുഴപ്പമില്ലാണ്ട്, വലിയ ചൂടൊന്നും ഇല്ലാണ്ട്, പിന്നെ ഇപ്പൊ കുളിച്ചതിന്റെ ആ ഒരു ഇതിലും ഞാൻ വളരെ ഫ്രഷ് ആയിട്ടുണ്ടെന്ന് വസ്തുക്ക. പക്ഷെ കറണ്ട് അങ്ങ് പോയി, ഫാൻ അങ്ങ് ഓഫായി, ഞാനിരുന്ന് ഉരുകുവാ. എനിക്ക് ഒട്ടും ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തരാനും പറ്റില്ല, നിങ്ങൾക്കും ആകെ ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പൊ ക്ലൈമറ്റ് നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്നുണ്ട്, ശരിയാണ്. ക്ലൈമറ്റ് ബാധിക്കുന്നുണ്ട് വെൽനസ്. പിന്നെ സോഷ്യൽ വെൽനസ്, എൻവിയോൺമെന്റ് വെൽനസ്.
നമ്മൾ ജീവിക്കുന്ന ഇടം, അവിടെ ഒരു സുഖമില്ല. നമ്മളുടെ വീട്ടില് പ്രശ്നങ്ങളൊന്നുമില്ല, തൊട്ടടുത്ത വീട്ടില് ഭയങ്കര ബഹളം, രാത്രി ഉറങ്ങാൻ പറ്റില്ല, പകല് പറ്റില്ല, നമ്മൾ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു, അങ്ങനെ ഭയങ്കര ബഹളമാണെങ്കിൽ നമ്മൾ വെല്ലാണ്. സോ എൻവയോൺമെന്റ് നമ്മളുടെ വെൽനെസ്സിനെ ബാധിക്കുന്നു. ഈ ഒരു ടോപ്പിക് നമ്മുടെ ഇതിനകത്തില്ല, പക്ഷെ അതിന്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക്. അതില് ഈ ഓരോ വെൽനെസ്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഞാനത് ഓരോന്നായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, കേട്ടിരുന്നോളൂ. ഞാനത് ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്തേക്കാം. നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ കിട്ടും, പക്ഷെ എന്താ വെച്ചാല് അതിൽ നിന്നും ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് കണ്ടുപിടിക്കാനാണ് കുറച്ച് പ്രശ്നം. ഞാൻ കുറെയൊക്കെ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ടോപ്പിക് വരുമ്പോൾ അത് ഞാൻ തരാം. ചിലതൊക്കെ എക്സ്പയർ ആകും, കുറെ ദിവസം സേവ്ഡ് ആയിട്ട് കിടക്കുള്ളൂ, പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ. ചില സമയത്ത് വെൽനെസ് അങ്ങനെയാണ്, കുഴപ്പമില്ല. പലപ്പോഴും വെൽനെസ്സും ഹെൽത്തും കൂടെ നമ്മൾ അങ്ങോട്ട് കമ്പൈൻ ചെയ്ത് രണ്ടും ഒന്നാണോ, അങ്ങനെയൊക്കെ ഒരു ഫീൽ വരും. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടും രണ്ടാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, രണ്ടും രണ്ടാന്നൊരു ഐഡിയ കിട്ടില്ലേ? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകുന്നു. പക്ഷെ വെൽനെസ് എന്ന് പറയുന്നത് നമ്മൾ ആ ജീവിക്കുന്ന ചുറ്റുപാടില് നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ആംബിയൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ആംബിയൻസ് പറഞ്ഞാൽ പ്ലീസിങ് അറ്റ്മോസ്ഫിയർ, പ്ലീസിങ് എൻവയോൺമെന്റ്, അതാണ് ആംബിയൻസ് ഉദ്ദേശിക്കുന്നത്. അത് കിട്ടുമ്പോഴാണ് നമ്മൾ എല്ലാം കൊണ്ടും നമ്മൾ സുഖം. ചില ആൾക്കാർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സമയത്ത് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു സമാധാനവും ഇല്ല. അവന്റെ വെൽനസ് സൈഡിൽ എന്തോ വീക്കാണ്, അതാണ് പ്രശ്നം. പല വെൽനസ് ഏരിയകളും ഇപ്പൊ റിസർച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ക്ലൈമറ്റ് വെൽനസ്. അപ്പൊ നമ്മളുടെ വെൽനസ്സിലെ ഫസ്റ്റ് ഡയമെൻഷൻ, ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നതാണ് ഫിസിക്കൽ വെൽനസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുവാണെങ്കിൽ എന്റെ ബോഡി ഒരു സുഖം ഉണ്ടാവില്ല. ഭക്ഷണം കഴിച്ച് ചീർത്ത് വരും, ഒന്നും ചെയ്യില്ല, ഒരു പണിയെടുക്കില്ല, ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അമിതവണ്ണം ഒബിസിറ്റി എന്നൊരു അവസ്ഥയിലേക്ക് പോകുമല്ലോ. അപ്പൊ ആകെ ഒരു ശ്വാസം മുട്ടോ ബുദ്ധിമുട്ടോ ആണ്. അപ്പൊ ഫിസിക്കൽ വെൽനസ് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മളുടെ ഡയറ്റ് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ സ്ട്രെങ്ത്, നമ്മൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് നമ്മളുടെ ജോലികൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുറച്ചു മുമ്പ് പറഞ്ഞ ക്ഷീണമൊന്നും ഇല്ലാതെ എനർജറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ വെൽനസ്സിൽ വരുന്നത്. പിന്നെ ഫിസിക്കൽ വെൽനസ് വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ടുബാക്കോ യൂസ്, അതായത് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, സ്മോക്ക് ചെയ്യുക, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുക, സബ്സ്റ്റൻസ് യൂസ്, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് അവരുടെ ഫിസിക്കൽ വെൽനസ് പോയി. തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഫിസിക്കൽ വെൽനസ് നമ്മളുടെ രീതികൾക്കനുസരിച്ചിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മളുടെ ശീലങ്ങള് അതെല്ലാം ഫിസിക്കൽ വെൽനസ്സിൽ വരും. അത് ഇപ്പൊ നമ്മൾക്കറിയാം, ചെറിയ പ്രായം തുടങ്ങിയപ്പോ നമ്മളും നമ്മുടെ മക്കൾക്ക് വാട്ടർ ബോട്ടില് നല്ല വെള്ളം കൊടുത്തു വിടും. അതെന്തുകൊണ്ടാ? മോശം വെള്ളം അവരുടെ അകത്തേക്ക് കയറാതിരിക്കാൻ അല്ലേ. ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും എന്റെ കയ്യിലൊരു ഫ്ലാസ്ക് ഉണ്ടാവും കേട്ടോ, സ്റ്റീൽ ഫ്ലാസ്ക്. അത് എനിക്ക് ക്ലാസ് എടുക്കുന്നതിൽ ഒരു കുട്ടികൾക്കൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ആ ഫ്ലാസ്ക് കൊണ്ടുവന്ന് എന്റെ ടേബിളില് സൈഡില് കുട്ടികൾ കാണാൻ പാകത്തിന് ഞാൻ വെക്കും. വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സസ് അങ്ങനെ എടുത്തൊരുമ്പോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കും, ഈ ബോട്ടിലിൽ എന്താന്ന് അറിയുമെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും വെള്ളം, കുടിക്കാനുള്ള വെള്ളമാന്ന് പറയും. ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ ഈ വെള്ളമായിട്ട് നടക്കുന്നത്? ഞാൻ ഈ പോണ വഴിക്കൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്ന വെള്ളം കുടിച്ചാൽ പോരെ ചോദിക്കും. അപ്പൊ കുട്ടികൾ പറയും, നല്ല വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്, എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്നത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന കുട്ടികൾ തന്നെ പറയും കേട്ടോ. ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമല്ലോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം അമ്മ തന്നു വിടാറുണ്ട്, അതെന്തിനാ? ഞങ്ങൾ ചീത്ത വെള്ളം കുടിച്ച അസുഖങ്ങൾ വരാതിരിക്കാനെന്ന് പറയും. ഞാൻ ചോദിക്കും, വെള്ളം തീർന്നു പോകുമ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കും. സ്കൂളിൽ വെച്ച് വെള്ളം കുടിച്ച് തീർന്നു പോകുമ്പോ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് സ്കൂളില് നല്ല ക്ലീൻ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ സ്കൂളുകളിലും ഇപ്പൊ ഉണ്ടല്ലോ, കൂളറൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, സ്കൂളിലുള്ളവർ എന്തിനാ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വെള്ളം പോയി കുടിച്ചോട്ടെ എന്ന് അവർ വിചാരിച്ചാൽ പോരെയെന്ന് ചോദിക്കും. അപ്പൊ കുട്ടിയോട് പറയും, അത് സ്കൂളിലുള്ളവരും ഞങ്ങൾക്ക് അങ്ങനെ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതുപോലെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ. അപ്പൊ ഞാൻ പറയും, അപ്പൊ നല്ല സാധനങ്ങൾ നമ്മൾ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നമ്മൾ നല്ല
നീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും അല്ലെ. അതിന് വേണ്ടിയിട്ടല്ലേ അമ്മയും ടീച്ചേഴ്സും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ അവര് സമ്മതിക്കും, അതേന്ന് പറയും. അപ്പൊ ചോദിക്കും, അപ്പൊ ചീത്ത സാധനങ്ങൾ അകത്തേക്ക് പോകണമെന്ന് അപ്പൊ ആരാ വിചാരിക്കണതെന്ന് ചോദിക്കും. മോശം സാധനങ്ങൾ പോയിട്ട് നമ്മളുടെ ആരോഗ്യം മോശമാകുന്നത് അപ്പൊ അവരിങ്ങനെ കുറച്ചു നേരം ആലോചിക്കാം, ആദ്യം ഞങ്ങൾ തന്നെയാണ്, അവര് സമ്മതിക്കും. അങ്ങനെ കുട്ടികളോട് പറയും. പിന്നെ ഞാൻ ചോദിക്കുമ്പോ നമ്മളിപ്പോ ശരീരത്തിന്റെ ആരോഗ്യം, ഇപ്പൊ നമ്മുടെ മനസ്സിലേക്കും ചെല്ലേണ്ടത് എന്ത് കാര്യങ്ങളാന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും മനസ്സിലേക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ കൊടുക്കണം. അതായത് നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അതുപോലെ മനസ്സിന്റെ ആരോഗ്യത്തിന് ന്യൂട്രിയൻസ് നമുക്ക് വേണം അല്ലെ. ആ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് ചെന്നാലാണ് മനസ്സും ആരോഗ്യമായിട്ടിരിക്കുക അല്ലെ. നെഗറ്റീവ് ഫാക്ടേഴ്സ്, നെഗറ്റീവ് ന്യൂട്രിയൻസ് ആയ ആങ്കർ, ഷൗട്ട്, ജലസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോഴേക്കും മനസ്സ് അസ്വസ്ഥമാകും, മനസ്സിന്റെ ആരോഗ്യം ഭയങ്കര മോശമാകും. ഇപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് ഇതാണ്, നമ്മുടെ ആക്ഷൻസിനനുസരിച്ചാണ് ഫിസിക്കൽ ഫിറ്റ്നസ്, വേറെ ആരുമല്ല. ഫിസിക്കൽ വെൽനസ് വേറെ ആരുമല്ല തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ഇമോഷണൽ വെൽനസ് ആണ്. നമ്മൾ ഒന്നാമത്തത് പറഞ്ഞത് ഫിസിക്കൽ വെൽനസ് ആണ്, അത് മനസ്സിലായിരുന്നു വിചാരിക്കണം. മറ്റത് ഇമോഷണൽ വെൽനസ്. നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, നല്ല പ്രഷർ ഒക്കെ ഉണ്ട്, പലപ്പോഴും സ്ട്രെസ്സും സ്ട്രെയിനും ഭയങ്കര ടഫ് സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ സക്സസ്ഫുള്ളി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിനെയാണ് ഇമോഷണൽ വെൽനസ് എന്ന് പറയുന്നത്. എപ്പോഴും ഭയങ്കര ഹാപ്പിനെസിന്റെ പീക്കിലൊന്നുമില്ല നമ്മുടെ ജീവിതം പോകുന്നത്. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇന്ന് കാണുന്ന ആളെ ചിലപ്പോൾ നാളെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പറ്റി അയാളെ ആ അവസ്ഥയിൽ നിന്നും വളരെ അയാളുടെ ഹെൽത്ത് മോശമായ അവസ്ഥയിലേക്ക് നമുക്ക് കാണേണ്ടതായിട്ട് എടുക്കും. നമ്മൾ പറയാറില്ലേ, കുറച്ചു മുമ്പ് ഞാൻ കണ്ടതാ, എന്ത് പയറ് പോലെ ഓടി നടക്കുകയായിരുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ കമന്റ് പറയണം കേൾക്കാറില്ലേ. അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇമോഷണൽ വെൽനസ് നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ലോസ് ആണ് നമ്മളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് അതിനെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ലൈഫിന്റെ പ്രഷേഴ്സ് നല്ല മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി. പാട്ട് പാടുന്ന ചിത്രയുടെ മോളിങ്ങനെ പൂളിൽ വീണ് മരിച്ചുപോയില്ലേ. ചിത്ര പിന്നീട് പല അഭിമുഖങ്ങളിലും അതിനെപ്പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരതിനെ മാനേജ് ചെയ്തത് പാട്ടുകളിലൂടെയും അവരുടെ പല ആക്ടിവിറ്റീസിലൂടെയും. അവരതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ഒരു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇതുപോലെ നമ്മൾ നേരിട്ട് കണ്ട പല ജീവിതങ്ങളും നമ്മുടെ വീടിനടുത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ പലതും നമ്മൾ ഫേസ് ചെയ്ത് നമ്മളതിൽ നിന്ന് മാനേജ് ചെയ്ത് നമ്മളൊന്ന് കരകയറി എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇമോഷണൽ വെൽനസ്. അതാണ് ആ ഒരു ഇതിനെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല, കുട്ടികളെ വളർന്നു വലുതാകുമ്പോൾ പലപ്പോഴും പാരന്റ്സിന് എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മക്കളെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ലൈഫ് അന്വേഷിച്ച് അവർ പോകുമ്പോഴേക്കും വല്ലാത്ത ഒരു ഡൗൺ ആയി പോകും ആ പാരന്റ്സ്. അവരത്രയും സങ്കടത്തിലേക്ക് അവർ പോകല്ലേ. കാരണം അവരത്രയും വളർത്തി, ആ കുഞ്ഞ് ജനിക്കണേന് മുമ്പ് തന്നെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് കുഞ്ഞ് ജനിച്ച് അതിനെ സ്നേഹിച്ച് വളർത്തി വരുമ്പോഴേക്കും ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടി അവന് ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുമ്പോഴേക്കും ആ പാരന്റ്സ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ പല പല പ്രഷർ നമ്മുടെ മുന്നിൽ വരാം. അതെല്ലാം നമുക്ക് സക്സസ്ഫുള്ളി മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളുടെ തന്നെ വളരെ വേണ്ടപ്പെട്ടവരുടെ ലോസ്, കുട്ടി ഇറങ്ങിപ്പോണെന്ന് മാത്രമല്ല ഒരു ലോസ് സംഭവിച്ച. കഴിഞ്ഞ ദിവസം തേർഡ് ബാച്ചിന്റെ വൈവ നടക്കുവാണെങ്കിൽ അവരുടെ കഴിഞ്ഞു. നമുക്കൊരു വൈവ സെഷൻ ഉണ്ട് ലാസ്റ്റ് പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട്. അപ്പം നമ്മളിങ്ങനെ സ്ലോട്ട് കൊടുക്കും. ആ ഒരു ടൈമിൽ 10 മിനിറ്റേ ഉള്ളൂ വൈവ. ആ ഒരു ടൈമിൽ ഇവര് കയറും. അപ്പൊ ചിലരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് ടൈം മാറ്റാറുണ്ട്. ഇങ്ങനെ വൈവയ്ക്ക് ചെല്ലുമ്പോൾ ഒരു കുട്ടി വീഡിയോ ഓൺ ചെയ്തിട്ടില്ലേ, ഞാനും അത് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഗൂഗിൾ മീറ്റിൽ. അപ്പൊ ഇതിങ്ങനെ സംസാരിക്കും, ഇതിന് അങ്ങനെ വരുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് പെട്ടെന്ന് അപ്പൊ അതിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് എന്താണ് ഇങ്ങനെ വൈവയ്ക്ക് പ്രസന്റ് ചെയ്യണേന്ന് തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് എന്ത് പറഞ്ഞു മിസ് അറിഞ്ഞോന്ന് അറിയില്ല, പേപ്പറിലൊരു ന്യൂസ് ഉണ്ടായില്ലേ, ഒരു 5 വയസ്സുള്ള ഒരു മോൻ എർത്തിന്റെ ഇതിന്ന് ഷോക്ക് ഇട്ടിട്ട് മരിച്ചുപോയത്. നിങ്ങൾ ന്യൂസിൽ കണ്ടോന്ന് എനിക്കറിയില്ല, പേപ്പറിലൊക്കെ കണ്ടത്. മാവേലിക്കര ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അത് ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിന്റെ മോനാണത്. അപ്പൊ അത് ആ വീട്ടിൽ വെച്ച് വെക്കേഷനാണല്ലോ, ഇവൻ വെക്കേഷന് അമ്മ വീട്ടിലേക്ക് വന്നതാണ്. അപ്പൊ ഇങ്ങനെ കുട്ടികളെല്ലാരും കൂടെ കളിക്കുമായിരുന്നു. അപ്പൊ വലിയ ആൾക്കാരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ആ എർത്തിന്റെ കമ്പിയിൽ പിടിച്ചു വലിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ടാകണം.
കുറെ നേരം അവിടെ കിടന്നിട്ടുണ്ടാവും. വഴിയിലൂടെ പോയ ഒരാളാണ് കണ്ടത്. കണ്ട് ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ചെറിയ പൾസ് ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല മോനെ. ആ മോനെ അവരൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അത് ഈ കുട്ടി എന്നോട് പറയുക, എല്ലാരും ഉണ്ട് ഇവിടെ, അതിന്റെ ഒരു വിഷമം ഉണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ എന്നാൽ ഒന്ന് മെസ്സേജ് ചെയ്യോ, എന്തെങ്കിലും ആണെങ്കിൽ ടൈം മാറ്റി തരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് സാറിന് മിസ്, കാരണം ഇനി ഓരോരോ അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളും വരുമല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ വൈവ അറ്റൻഡ് ചെയ്യുന്ന ആള് പ്രഗ്നന്റ് വേണോ. എനിക്ക് അതും കൂടി കേട്ടപ്പോ ഭയങ്കര വിഷമമായി. കാരണം ആ ടൈമിൽ ആ കുട്ടി ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുമല്ലേ. ഞാൻ പറഞ്ഞു സംഭവിച്ചതിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്നാലും ഈ ഒരു ടൈമില് ശ്രദ്ധിക്ക്, അധികം സ്ട്രെസ്സിലൊന്നും ആവണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് സൂത്തം ചെയ്താ വിട്ടത്. അപ്പൊ അങ്ങനെ നമുക്കറിയില്ല നമ്മുടെ ചുറ്റുമുള്ളവർ എന്തെല്ലാം വിഷമഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതാണ് ഇമോഷണൽ വെൽനെസ്. നമുക്ക് ആ നമ്മളുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാവും അല്ലെ. പലപ്പോഴും നമ്മുടെ ബിഹേവിയർ കാരണം നമ്മൾ പബ്ലിക്കിന് കാണിക്കില്ല. നമുക്ക് കാണിക്കാൻ പറ്റുന്നിടത്ത് ആ മൂഡ് സ്വിങ് നമ്മൾ കാണിക്കുകയും ചെയ്യും. നമുക്കറിയാം കിഡ്സ് ആവാറാകുമ്പോഴേക്കും നമുക്ക് മൂഡ് സ്വിങ് ഉണ്ടാവും, അതിന്റെ ടൈമിൽ ഉണ്ടാകും മൂഡ് സ്വിങ്. അങ്ങനെ പല പല തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവർക്ക് അവർക്കും മൂഡ് സ്വിങ്സ് വരാം. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മൂഡ് സ്വിങ് വരാം. ആ മൂഡിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾക്ക് നമ്മളെ പറ്റിയുള്ള ഒരു ബോധം, സെൻസ് ഓഫ് സെൽഫ്, അതൊക്കെയാണ് ഇമോഷണൽ വെൽനെസ് വരുന്നത്. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, നമുക്ക് ദേഷ്യം വരുമ്പോൾ വേറൊരാളുടെ തലയിലേക്ക് എല്ലാം കൂടി ഇടുന്നത്, അങ്ങനെ നമ്മള് സമാധാനിക്കാൻ നോക്കുന്നത്, അതല്ല വേണ്ടത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്. അതുപോലെ തന്നെ സ്ട്രെസ് മേക്കപ്പ് ചെയ്യാനായിട്ട്, അതുമായിട്ട് കോപ്പ് ചെയ്യാനായിട്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതിന്റെ എബിലിറ്റി. ഇതാണ് ഇമോഷണൽ വെൽനെസ്സിന് വരുന്നത്. നെക്സ്റ്റ് സോഷ്യൽ വെൽനെസ്. സോഷ്യൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത്. നമ്മളുടെ ഈ പ്ലാറ്റ്ഫോം നമുക്കറിയാം വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്, ബട്ട് സംഹൗ നമ്മൾ അതിലൂടെ ഇന്ററാക്ട് ചെയ്യും അല്ലെ. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞ റേഡിയോ പോലെ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ കേട്ടിട്ട് അത് ശരിയല്ല മിസ് അങ്ങനെ പറയരുത്, അത് തെറ്റാണ്, ഇത് ഇങ്ങനെയല്ല ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ നമുക്ക് വരണം. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കിട്ടും, കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ആ രീതി. അല്ലാണ്ട് ഞാൻ പറയുന്ന മുഴുവൻ ഇങ്ങനെ വിഴുങ്ങി പോകുന്ന ഒരു ക്ലാസ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പൊ സോഷ്യൽ വെൽനെസ് പറഞ്ഞാൽ നമ്മളുടെ ഇന്ററാക്ഷൻ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ, ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചില കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമല്ല സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മളുടെ ഒരു കൾച്ചർ ട്രഡീഷൻ അനുസരിച്ച് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് മാരേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആണ്. പലരും അതിനെ ചോദ്യം ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ലിവിങ് ടുഗദർ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ടൊക്കെ വരുന്നു. പക്ഷെ എന്നാലും ഒരു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത് അവിടെ നോക്കുമ്പോൾ മാരേജ് ആണ് അല്ലെ. ഒരു കമ്മ്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ്. അപ്പൊ ആ ഒരു എങ്ങനെ നമുക്ക് മാരേജ് നടത്താം, അല്ലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആർഭാടമായിട്ട് നടത്താം, ചെലവ് ചുരുക്കി നടത്താം, രജിസ്റ്റർ ഓഫീസിൽ പോയി നടത്താം, അമ്പലത്തിൽ പോയി നടത്താം, പള്ളിയിൽ പോയി നടത്താം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാരേജ് നടത്താം. ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടോ, കാടിന്റെ നടുക്ക് നിന്ന്, ഇപ്പൊ ഡെസ്റ്റിനേഷൻ വെഡിങ് ആണല്ലോ, കാടിന്റെ നടുക്ക് നിന്നിട്ട് മാരേജ് ചെയ്യുന്നു. അധികം ആൾക്കാരൊന്നും ഇല്ല. ആ കല്യാണം കഴിക്കാൻ പോകുന്ന അവർ രണ്ടുപേരും പിന്നെ അതിന്റെ പ്രീസ്റ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മാരേജ് ഏത് രീതിയിൽ വേണമെങ്കിൽ നടത്താം. പക്ഷെ മാരേജ് എന്ന് വരുമ്പോൾ അതിനെ സൊസൈറ്റി അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഏത് രീതിയിൽ നടന്നാലും സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ രണ്ട് മതസ്ഥരാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ആക്സെപ്റ്റൻസ് ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നിന്നൊക്കെ വരുമായിരിക്കും. കുറെ വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ ഉണ്ടായാലും കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും വരും. അപ്പൊ ഈ മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ചില സൊസൈറ്റികളിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള ചില റിലേഷൻഷിപ്പും സൊസൈറ്റിയിൽ ഉണ്ടാവും. അപ്പൊ സോഷ്യൽ വെൽനെസ് അതാണ്, നമ്മൾ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നു ആളുകളുമായിട്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ടേംസിനനുസരിച്ച് നമ്മൾ ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് സോഷ്യൽ വെൽനെസ് എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ പാർട്ട് തന്നെയാണ് നമ്മൾ. അല്ലാണ്ട് നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വി ആർ എ പാർട്ട് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വെൽനെസ് അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതാണ് WHO പറയുന്നത്. സോഷ്യൽ ആക്സെപ്റ്റൻസ്, പിന്നെ സോഷ്യൽ കോൺട്രിബ്യൂഷൻ. നമുക്കറിയാം നമ്മൾ ജനിക്കുന്നു, നമ്മൾ വളരുന്നു, നമുക്ക് നമ്മുടെ മദർ നേച്ചർ കുറേ റിസോഴ്സസ് തരുന്നുണ്ടല്ലേ. വാട്ടർ, നമുക്കുള്ള ഭക്ഷണം, നമുക്കുള്ള ഷെൽട്ടർ എല്ലാം നമുക്ക് ഈ ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ മനുഷ്യൻ ഭൂമിയോട് ചെയ്യുന്നതോ
തിരിച്ചൊരു കോൺട്രിബ്യൂഷൻ തിരിച്ച് ആ നേച്ചറിന് കൊടുക്കണം എന്നൊരു ഫീല് നമുക്ക് വരണം. അതും സോഷ്യൽ വെൽനെസ് തന്നെയാണ്. എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് മദർ നേച്ചർ എനിക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, എനിക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഐ ഷുഡ് ഡു സംതിങ് ടു മദർ നേച്ചർ. ആ ഭൂമിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം. മരം വെട്ടുക അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് തടയാൻ പറ്റുന്നത് നമ്മൾ തടയും. മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ, അതിൽ പാർട്ടാകാം. ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആകും. അതാണ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള കാര്യം പറയുന്നത്. കാരണം ഈ ഒരു ലോകം നമുക്ക് വേണ്ടുന്ന എല്ലാം തന്നിട്ടും, ഈ ഒരു യൂണിവേഴ്സ് പ്രപഞ്ചം തന്നിട്ടും നമ്മൾ തിരിച്ച് അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലോ വേണ്ടത്. അതെല്ലാം സോഷ്യൽ വെൽനസിൽ വരും. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ് നമ്മൾ. സോഷ്യൽ ഇന്റഗ്രേഷൻ അതിന്റെ ഒരു പാർട്ടാണ്. ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത്, ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണെന്നുള്ള ഫീലിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ചില സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ വയ്ക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു റെസിഡൻസ് അസോസിയേഷനിലുണ്ടെങ്കിൽ ഓണം വരുമ്പോഴോ അല്ലെങ്കിൽ ആനുവൽ ഫംഗ്ഷനോ ഒക്കെ ആയിട്ട് വെക്കും. അതൊക്കെ ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്യാതറിംഗ് ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇന്റലക്ച്വൽ വെൽനസ്, അതുകൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ വെൽനസ് പറഞ്ഞു, ഇമോഷണൽ വെൽനസ് പറഞ്ഞു, സോഷ്യൽ വെൽനസ് പറഞ്ഞു, ഇന്റലക്ച്വൽ വെൽനസ്. ഇന്റലക്ച്വൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു കാര്യം വായിക്കുമ്പോൾ ഇപ്പൊ ഹെൽത്ത് എന്നുള്ള ആ ഒരു ടോപ്പിക്കിന്റെ ആ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, അത് മനസ്സിലാകാനുള്ള ബുദ്ധി നമുക്കുണ്ട്, ആ ഒരു സെൻസ് ഉണ്ട്. അപ്പൊ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും അതിനെ തിരിച്ചറിയാനും റെക്കഗ്നൈസ് ചെയ്യാനും ഉള്ള ഒരാളുടെ ആ ഒരു കഴിവ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ്, അതാണ് ഇന്റലക്ച്വൽ വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി എന്താണ്, അയാൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അതൊരു അറിവായിട്ട് അയാളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഒരു വ്യക്തി മാത്രമല്ല, കുട്ടികളിലും അങ്ങനെയാണല്ലേ അറിവ് വരുന്നത്. അവർ കേൾക്കുന്ന കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അതിന്റെ ശരി തെറ്റൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുമ്പോഴേക്ക് നമുക്കത് നോളജ് ആയിട്ട് മാറും. കിട്ടുന്നത് ഇൻഫർമേഷൻ ആയിട്ടാണ്, നോളജ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആണ്. നിങ്ങളത് എങ്ങനെ അനലൈസ് ചെയ്യുന്നു, നിങ്ങളതെങ്ങനെ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നോളജ്. അതാണ് ഇന്റലക്ച്വൽ വെൽനസ് എന്ന് പറയുന്നത്. ഓരോ ആളുകൾക്കും അത് പൊട്ടൻഷ്യൽ, ആ ഒരു കപ്പാസിറ്റി, ആ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഒരു സെൻസ് കൊണ്ടാണ് അല്ലെ, നമ്മളുടെ ഒരു ഇന്റലക്ച്വൽ ലെവൽ കൊണ്ടാണ്. ഓക്കെ, ഇതെല്ലാമാണ് ഇന്റലക്ച്വൽ വെൽനസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഫിസിക്കൽ വെൽനസ് വന്നു. നമ്മൾ അത് എക്സാക്ട്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ ശീലങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ വെൽനസിനെ ബാധിക്കും. ദെൻ ഇമോഷണൽ വെൽനസ്, ഒരു സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു, അതാണ് ഇമോഷണൽ വെൽനസ്. സോഷ്യൽ വെൽനസ്, നമ്മൾ ആളുകളോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെയാണ്, സൊസൈറ്റിയുടെ ഒരു പാർട്ട് ടൈം മാറുന്നു, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതാണ് സോഷ്യൽ വെൽനസ്. ഓക്കെ, പിന്നെ ഇന്റലക്ച്വൽ വെൽനസ്, നമ്മുടെ ബുദ്ധിയുടെ ആ ഒരു ലെവൽ, കാര്യങ്ങൾ കേൾത്തിട്ട് അത് മനസ്സിലാക്കി ഒരു അറിവാക്കി മാറ്റാനുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ, അതാണ് ഇന്റലക്ച്വൽ വെൽനസ്. ക്ലിയർ ആയോ? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്സിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഓക്കെ, ആ പറഞ്ഞ ആക്ടിവിറ്റി മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ക്ലാസ് റൂമിലേക്ക് ഇടാം. ചിലപ്പോൾ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ആയിരിക്കും ഇടുന്നത്. എന്നാലും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെച്ചോളൂ കേട്ടോ. നോട്ടുണ്ടോ? അതിനൊക്കെ പ്രിപ്പയർ ആയോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്നോട് പറയണോ? ഏതാ പറയണ്ടേ? വെൽനസിന്റെ ഓരോ ഭാഗങ്ങളാണോ? അതായത് നമ്മൾക്ക് വെൽനസിന്റെ അസൈൻമെന്റ്, ഓക്കെ, 10 ഇൻഡിവിജ്വൽസിനെ കാണുക. ആ 10 ഇൻഡിവിജ്വൽസ് പല ലെവൽസിൽ ജീവിക്കുന്നവരും പല ഏജ് കാറ്റഗറിയിലുള്ളതാണെങ്കിലും നല്ലതായിരിക്കും. കാരണം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ അതിനനുസരിച്ച് ഇത്തിരി വെറൈറ്റി ഉണ്ടാവും. കാരണം ടീനേജേഴ്സിന്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കില്ല ഹെൽത്തിനെ കുറിച്ച് ഒരു 60+ കഴിഞ്ഞ ഒരാൾക്ക്, അല്ലെ 60 വയസ്സ് കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് ഹെൽത്ത് വേറൊരു കാഴ്ചപ്പാടായിരിക്കും. ടീനേജ് ആയിട്ടുള്ള കുട്ടികളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു കാഴ്ചപ്പാടായിരിക്കും. അപ്പൊ അങ്ങനെ 10 പേരുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഡേറ്റ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ അത് വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഹെൽത്തിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ എഴുതുക. വാട്ട് ഈസ് ഹെൽത്ത് എന്നുള്ളത്. ഓക്കെ, അവരോട് തന്നെ ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ അവരുടേതായ രീതികൾ പറയും. അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റെപ്സ് ടു ടേക്കൺ ടു ബി ഹെൽത്തി, ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ്, വാട്ട് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു ഹെൽത്തി എന്നുള്ളത് എഴുതിയിട്ട് അതിന്റെ താഴെ പോയിന്റ് ആയിട്ട് എഴുതാം, പാരഗ്രാഫ് ആയിട്ട് എഴുതാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ക്ലിയർ ആയോ?
ഓക്കെ മാം ചോദിച്ചിട്ട് അവര് പറയണത് എഴുതണോ അല്ലേ? എല്ലാരും കൂടെ പറഞ്ഞപ്പോ കേട്ടില്ല. ലൗലി പറഞ്ഞേ, എന്താ പറഞ്ഞേ? മാം അവരോട് ചോദിച്ചിട്ട് 10 പേരോട് ചോദിച്ചിട്ട് അവര് പറയണ അഭിപ്രായം എഴുതണം അല്ലേ? എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഓക്കെ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് അത്രയും വേണ്ട. അത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ട് തോന്നുവാണ് ഹെൽത്തിന് ഡെഫിനിഷൻ ഇതിൽ നിന്ന് എന്തൊക്കെ എടുത്തിട്ട് എഴുതാന്നുള്ളത്. അങ്ങനെ. ഓക്കെ, താങ്ക് യു. ഇനി എന്താ അഫില ഇതന്നായിരുന്നു മാം. ആണോ? അസൈൻമെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം? നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതിനകത്തൊരു ഡെമോ വീഡിയോ വരും നിങ്ങളുടെ ഗ്രൂപ്പിൽ, എങ്ങനെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യമൊക്കെ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. ഇംഗ്ലീഷിലാണ് നല്ലത്, സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക. നമ്മള് ഗ്രാമർ അങ്ങനെയൊന്നും കൂടുതൽ തലപോയിക്കുന്ന സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, നമ്മൾ എഴുതി വരുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ആവുള്ളൂ. സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്ത് വെച്ചോ. പിന്നെ അഥവാ ഇനി ആ പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യും, അതിൽ സബ്മിറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടും. ഇതുവരെ അസൈൻമെന്റ് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെല്ലാത്തോണ്ടാ, ചെല്ലുമ്പോഴേക്കും അതിന്റെ ഇൻസ്ട്രക്ഷൻസും ആ ഡെമോ വീഡിയോയും കിട്ടും. ഓക്കെ, ഈ 10 പേരുടെ അതും എഴുതണോ? ഈ ഇല്ല 10 പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ ഡെഫിനേഷൻ മാത്രം എഴുതിയ പോലെ. അതിൽ നിന്നും നമ്മൾ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്തങ്ങ് എടുക്കുക ഒരു കൊച്ചു പാരഗ്രാഫ്, ഹെൽത്തിന്റെ ഡെഫിനിഷൻ. അത് മാത്രം അസൈൻമെന്റ് പുസ്തകത്തില് എഴുതല്ലേ? അതെ, അതും പിന്നെ ഹെൽത്തി ആയിരിക്കാൻ എടുക്കുന്ന സ്റ്റെപ്സും. അവരുടെ പേരുവിവരങ്ങൾ വെക്കണോ മാം? വേണ്ട, പേരൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പേരൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു റിപ്പോർട്ട് പോലെയൊക്കെ വെക്കാം. അത് നമുക്ക് അസൈൻമെന്റിന് ഇത്രയും കാര്യങ്ങൾ മതി, ഒരു ഡെഫിനിഷൻ രണ്ടിനെയും കുറിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് ഇപ്പൊ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ XYZ ABCD എന്നൊക്കെ കൊടുത്തിട്ട് ഏജ് ഒന്ന് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഏത് ലെവലിൽ ജീവിക്കുന്നവരാണ് അല്ലെ, അതും കൂടെ വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ഓരോ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എത്ര പേജ് എന്നൊന്നുമില്ല, നമുക്ക് ആ കണ്ടന്റ് ഉണ്ടാകണം. അത് ഒരൊറ്റ പാരഗ്രാഫിലായാലും. ഓക്കെ മാം, സോഷ്യൽ സ്റ്റാറ്റസ് ഉദ്ദേശിക്കുന്നത് അവരുടെ ജോലിയാണോ? ജോലി, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെ, ഫിനാൻഷ്യൽ ലെവൽ, പിന്നെ അവര് ജീവിക്കുന്ന സാഹചര്യം. കുറച്ചിങ്ങനെ കോളനി പോലത്തെ ഭാഗങ്ങളൊക്കെ ആകുമ്പോഴേക്കും അവരുടെ ഒരു ഹെൽത്ത് സ്റ്റൈലും പിന്നെ ജോലിയൊക്കെ ഒരു മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് എന്നൊക്കെ വരുമ്പോഴേക്കും ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ അപ്പർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ചില ഇതിലേക്കൊക്കെ പോകുമ്പോഴേക്കും ജങ്ക് ഫുഡ് ഒക്കെ ആയിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പേരും ഒന്നും വേണ്ട, ആ ഏജ് കിട്ടുവാണ്, ഏത് ലെവലാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പിന്നീട് നമ്മൾ ഇതിനൊക്കെ പോകുമ്പോൾ ചിലപ്പം അവർ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും സർവേ ചെയ്തിട്ടുണ്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് സർവേ ആയിട്ട് പറയാം. ഞാനിങ്ങനെ 10 പേരെ കണ്ടു, 10 ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പുള്ളവരും അതുപോലെ തന്നെ ഡിഫറെന്റ് സോഷ്യൽ സ്റ്റാറ്റസിൽ ഉള്ള ആൾക്കാരെയുമാണ് കണ്ടത്. ഇതായിരുന്നു എന്റെ സർവേ. ഈ 2 കാര്യങ്ങളായിരുന്നു. ഇൻട്രസ്റ്റ് ആവും ഇന്റർവ്യൂ ബോർഡിലൊക്കെ, കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതാണല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ സർവേ ആക്കി വെക്കാം. കാരണം നമ്മളൊരു ക്വസ്റ്റിനെയറുമായിട്ടാണല്ലോ പോകുന്നത്. 2 ക്വസ്റ്റ്യൻ ഉള്ളെങ്കിലും നമ്മൾ 10 ആൾക്കാരെ കാണുവാണല്ലോ. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്, ഒരു സർവേ ആണ്. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിന്റെ അസൈൻമെന്റ് ഒരു നോട്ടിൽ തന്നെയാണോ സബ്മിറ്റ് ചെയ്യുന്നത്? എനിക്കൊരു പ്രോബ്ലം ഇല്ല. കാരണം നിങ്ങൾ ഈ നോട്ട്ബുക്ക് ഇവിടെ തരേണ്ടതൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് കയ്യിൽ വെക്കാനുള്ളതല്ലേ. നമ്മളെ സ്വന്തം അസറ്റ് ആണല്ലോ നമ്മുടെ അസൈൻമെന്റ് ബുക്ക് എന്ന് പറയുന്നത്. എനിക്ക് പ്രശ്നമില്ല, മറ്റുള്ള ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്യൂ കേട്ടോ, എനിക്ക് പ്രോബ്ലം ഇല്ല. അങ്ങനെ ഒരു ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, നിങ്ങൾ ആ പേജ് മാത്രമല്ലേ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യുന്നുള്ളൂ, ഫുൾ ബുക്കായിട്ട് സബ്മിറ്റ് ചെയ്യണമെന്നില്ലല്ലോ. ഏത് ടീച്ചറിന്റെ ആണോ അസൈൻമെന്റ് അത് മാത്രം ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ടോ ഇമേജ് ആക്കിയിട്ടോ ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി പേജിൽ എന്താണെന്നൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. 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 ബൈ. താങ്ക് യു മാം.
ശരി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.